ആളുകൾക്കെല്ലാം പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ മാഷിനെ അടുത്ത് അറിയാവുന്നവരാണ്, കൂടെ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ ഋഷിതുല്യമായ സമ്പർക്ക വലയത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിക്കുക എന്നുള്ളത് വളരെ ധന്യമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു വലിയ സൗഭാഗ്യമാണ്. അത് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും എന്ന കാര്യം തർക്കമറ്റ കാര്യമാണ്. ഹരിദാസ് സാറ് വിശ്വംഭരൻ മാഷിനെ കുറിച്ച് അവതാര പുരുഷൻ എന്ന് പറയുകയുണ്ടായി. നമ്മുടെ തൊട്ടടുത്ത കാലടിയിൽ നമ്മുടെ ഒരു ആധ്യാത്മിക പ്രഭാവത്തിന് കോട്ടം സംഭവിച്ച സന്ദർഭത്തിൽ ശങ്കരാചാര്യര് മുന്നോട്ട് വരികയും ഭാരതം മുഴുവൻ സഞ്ചരിച്ച് വേദാന്ത സർവസ്വമായ അദ്വൈതം പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. അത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. അദ്ദേഹം അത് നിർവഹിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടി ഈ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനുള്ള അവസരം തന്നെ ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. വിശ്വംഭരൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ശങ്കരാചാര്യരാണ് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയൊന്നുമില്ല. കാരണം ഈ ഭാരതത്തിൻ്റെ അന്തഃസത്തയ്ക്ക് ഘടകവിരുദ്ധമായിട്ട് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ സാഹിത്യ, സാമൂഹ്യ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ നീരാളിപ്പിടുത്തം പോലെ അങ്ങനെ നമ്മുടെ നാടിനെ ഞെക്കി വരിഞ്ഞ ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്ന് ഈ സംസ്കാരത്തെ, ധർമ്മത്തെ, സാഹിത്യത്തെ കാലിക പ്രാധാന്യമുള്ള ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക് കൊണ്ടുവന്നത് വിശ്വംഭരൻ മാഷായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവും ഇല്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് മഹാഭാരത പര്യടനം, ഭാരത ദർശനം പുനർവായന എന്ന ഗ്രന്ഥമാണ്. അതൊക്കെ എഴുതുന്നതിന് മുമ്പ് ഒരിക്കൽ ഞാൻ ഞങ്ങൾ ഇങ്ങനെ ഈ തപസ്യയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്ക് ഗഹനമായ രീതിയിൽ ഈ വിഷയങ്ങൾ പറയുമ്പോൾ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് അങ്ങക്ക് ഇതൊക്കെ എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, അത് നമ്മൾ എന്തെങ്കിലും എഴുതാൻ തുടങ്ങുമ്പോൾ ആ കാര്യങ്ങളെല്ലാം അതിനേക്കാൾ എത്രയോ ഭംഗിയായി നമ്മുടെ പൂർവികന്മാർ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ ആലോചിച്ചു നോക്കുക, നമ്മൾക്ക് പറയാനുള്ളതെല്ലാം തലമുറകളിലേക്ക് കരുതി വച്ചിരുന്ന ആ ഒരു കലവറയെക്കുറിച്ച് തികഞ്ഞ അവഗാഹമുണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം. പിന്നീട് പലരുടെയും സമ്മർദ്ദ ഫലമായി അദ്ദേഹത്തിന് പറയാനുള്ള ചിലത് എഴുതേണ്ടിയിരിക്കുന്നു എന്ന ഒരു തോന്നലുണ്ടാകുകയും അതിലേക്ക് അദ്ദേഹം കടക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഇതെല്ലാം
നമ്മുടെ പൂർവികർ ചെയ്തു വെച്ചിട്ടുള്ള പൈതൃക സ്വത്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ മഹാഭാരതം പര്യടനം ഒരു പുനർവായന സമകാലിക മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു. പിന്നീട് പുസ്തകമായി DC പ്രസിദ്ധീകരിച്ചു. അമൃത TV-യിൽ വർഷങ്ങളോളം നിരന്തരമായി അതിനെ അധികരിച്ചുകൊണ്ട് പണ്ഡിതോചിതമായ രീതിയിൽ അദ്ദേഹം അതിന് വ്യാഖ്യാനം കൊടുക്കുകയും ചെയ്തു. മഹാഭാരതം ഒരു പ്രതീകം മാത്രമാണ്. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന് പറയുന്നത് വെറുതെയല്ല. ഈ മഹാഭാരതം ഒരു പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ പൗരാണികമായ എല്ലാ ചിന്താധാരകളെയും നമ്മുടെ മുന്നിലേക്ക് ആവാഹിക്കുകയാണ് വിശ്വബ്രഹ്മാഷി ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ എഴുതിയിരിക്കുന്നത് വളരെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ആ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ എഴുതിയിരിക്കുന്നത് ഇതാണ്: ഒരു പൗരാണിക കഥയെടുത്ത് കൽപ്പിത സംഭവങ്ങളും കൂട്ടിച്ചേർത്ത് വിശ്രമ സമയത്ത് വായിച്ച് രസിക്കാൻ രചിച്ച ആഖ്യാനോപാഖ്യാന സഹിതമായ ഒരു നിർലക്ഷ്യ കാവ്യമല്ല മഹാഭാരതം. മഹാഭാരതം വായിക്കുന്നയാൾ ഉപനിഷത്ത് ദർശനം വായിക്കുന്നു. ഉപനിഷത്ത് ദർശനം വായിക്കുന്നയാൾ വേദം വായിക്കുന്നു. വേദം വായിക്കുന്നയാൾ അയാളുടെ വായന പൂർണ്ണമാണെങ്കിൽ വേദാന്തർഗതമായ ലോകസത്യം സാക്ഷാത്കരിക്കുന്നു. ഋഷിപ്രോക്തമായ വിശ്വമഹാകാവ്യത്തിലേക്ക് ലോകസത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വഴി തുറക്കുന്ന ഗ്രന്ഥം എന്നാണ് അതിൻ്റെ പുറംചട്ടയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വ്യാസൻ പറഞ്ഞത് വേദാന്തം തന്നെയാണ്. വ്യാസന്റെ മഹാഭാരതത്തെ സമീപിക്കുന്ന ഒരാൾ മനസ്സിലാക്കുന്നത് ഉപനിഷത്തുക്കളെയാണ്. ഉപനിഷത്തുക്കളിൽ പറയുന്നത് മനസ്സിലാക്കിയാൽ വേദങ്ങളിലേക്ക് എത്തുന്നു. എന്തിനാണ് ഈ വേദങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത് എന്ന് ചോദിച്ചാൽ ലോകസത്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ലോകസത്യം ഒരു മതത്തിൻ്റെ എന്തെങ്കിലും കുത്തകയാണ് എന്ന് ആർക്കും അഭിപ്രായമുണ്ടാകേണ്ട കാര്യമില്ല. അത് പ്രപഞ്ച സത്യമാണ്. സർവകാലത്തേക്കുമുള്ളതാണ്, സർവ മതസ്ഥർക്കുമുള്ളതാണ്, പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് നമ്മുടെ ഭാരതീയമായ ദർശനം എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. ഈ ഗ്രന്ഥത്തിന് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച ഈ ദർശന സംഹിത അദ്ദേഹത്തിൻ്റെ സ്വന്തം ദർശന സംഹിതയൊന്നുമല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം പോലും അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല. 158 ഗ്രന്ഥങ്ങളുടെ സൂചിക ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹാഭാരതത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യൻ ഒരു ചിന്താധാരയിലേക്ക് എത്തുന്നതിന് വേണ്ടി 158 ഗ്രന്ഥങ്ങളെ അവലംബിച്ചിട്ടാണ് അദ്ദേഹം ഈ നിഗമനങ്ങളിലേക്ക് എത്തിയത്. ഈ പുസ്തകങ്ങൾ വാഴക്കുല പോലെയും രമണനെ പോലെയുമുള്ള ചെറിയ പുസ്തകങ്ങളൊന്നുമല്ല. അദ്ദേഹം വിവേകാനന്ദനെ കോട്ട് ചെയ്യുമ്പോൾ വിവേകാനന്ദ സാഹിത്യ സർവസ്വം അങ്ങനെ 7 or 8 പുസ്തകങ്ങളായി പരന്നു കിടക്കുകയാണ്. വിദ്വാൻ K. പ്രകാശത്തിനെ കോട്ട് ചെയ്യുമ്പോൾ പ്രകാശത്തിൻ്റെ മഹാഭാരതം 10 വോളിയങ്ങളായി ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. വേദം എന്നൊരിടത്ത് പറയുമ്പോൾ 4 വേദങ്ങൾ, ഉപനിഷത്തിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 18 ഉപനിഷത്തുക്കളെങ്കിലും നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അങ്ങനെ എത്രയെത്ര ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം ആശ്രയിച്ചത് ഈ രചനയ്ക്ക് വേണ്ടി. ആർക്കും എപ്പോഴും എവിടെയും എങ്ങനെയും
പറയാം എന്ന നിലയിലുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു കാര്യം പറയുന്നിടത്ത് അതിൻ്റെ ആധികാരികതയ്ക്ക് വേണ്ടി മൂലം വരെ കടന്നു ചെല്ലുന്ന ആ ഒരു ധിഷണ വൈഭവത്തെ നമ്മൾ നമസ്കരിച്ചേ മതിയാകൂ. ഈ വേദസമ്മതമായ ലോക സത്യങ്ങളുടെ ആധാരത്തിൽ വേണം ഈ മഹാഭാരതത്തെ വ്യാഖ്യാനിക്കാൻ എന്ന് വിശ്വംഭരൻ മാഷ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് ചെറിയ കാര്യമല്ല. അതേസമയം നമ്മുടെ വലിയ വാഗ്വൈഭവത്തോടു കൂടി ഈ മഹാഭാരതത്തെ സമീപിച്ച ആളുകളുണ്ട്. പെപ്പട്ടി വാസുദേവൻ നായരുണ്ട്, കുട്ടിക്കൃഷ്ണമാരാരുണ്ട്. നമ്മളൊക്കെ അത്ഭുത ആദരവോടുകൂടി ആഹ്ലാദത്തോടു കൂടിയും ഒക്കെ വായിച്ചു പോകുന്ന കൃതികളാണ് അതെല്ലാം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ സൗന്ദര്യത്തിൻ്റെയും വാഗ്വൈഭവത്തിൻ്റെയും ഒക്കെ പിറകിൽ മഹാഭാരതത്തിൻ്റെ വിശ്വംഭരൻ മാഷ് കണ്ടെത്തിയിട്ടുള്ള, നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഈ ലോക സത്യത്തിൻ്റെ അഭാവമുണ്ട് എന്നുള്ളതാണ് ആ കൃതികളുടെ പോരായ്മയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കൃതികളൊന്നും മോശമല്ല. സാഹിത്യം എന്നുള്ള നിലയിലും അതുപോലെ ഭാഷയുടെ ഗരിമ കൊണ്ടും ഒക്കെ അദ്വിതീയമായ പുസ്തകങ്ങൾ തന്നെയാണ്. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ മഹാഭാരതത്തെ തൊട്ട് കളിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ട ചില വ്രതചര്യകളുണ്ട്. അത് ഇവർക്ക് എവിടെയോ തെറ്റിപ്പോയിരിക്കുന്നു എന്ന് വിശ്വംഭരൻ മാഷ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പകിട്ടിൽ ഈ പുസ്തകത്തിൻ്റെ രചനാ സൗകുമാര്യത്തിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു സത്യത്തിലേക്കാണ് വിശ്വംഭരൻ മാഷ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടല്ല ഈ മഹത്കൃതിയെ സമീപിക്കേണ്ടത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം. നമുക്ക് ഒരുപാട് വിചാരവികാരങ്ങളുണ്ടാവും. അതൊന്നും കെട്ടിയേൽപ്പിക്കാവുന്ന ഒരു ഗ്രന്ഥം അല്ല ഈ മഹാഭാരതം. മഹാഭാരതം എന്നുള്ളത് ഭാരതീയ സംസ്കാരത്തിൻ്റെ അന്തസ്സത്തയാണ്. ലോക സത്യങ്ങളുടെ ആകത്തുകയാണ്. അതിൽ പറയുന്നത് പ്രപഞ്ചത്തിലെ കോടാനുകോടി ജനങ്ങളുടെ അനുഭവങ്ങളാണ്. അതിൻ്റെ സത്യസന്ധമായ ആവിഷ്കാരമാണ്. ആ കഥാപാത്രങ്ങൾ മഹാഭാരതത്തിൽ എങ്ങനെ ജീവിച്ചു, ആ ജീവിച്ചതിന് അവർ നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ എന്താണ്, അതിന് അപഥസഞ്ചാരം ചെയ്തിട്ടുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടി വന്ന വില എന്താണ് എന്നുള്ളതൊക്കെ സമഗ്രമായി ആ ഗ്രന്ഥത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വേദങ്ങളിലെ ജീവിത ദർശനം അസ്ഥിവാരമാക്കി സർവകാല പ്രസക്തമായ ഒരു മഹത്തായ ഇതിഹാസം സൃഷ്ടിക്കുകയാണ് വ്യാസൻ ചെയ്തത് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് വേണമായിരുന്നു മഹാഭാരതത്തിൽ നിന്ന് രചനകൾ ചെയ്യുന്ന ആളുകൾ മുന്നോട്ട് പോകേണ്ടിയിരുന്നത്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്, ഞാൻ മട്ടാഞ്ചേരിയിൽ ഉണ്ടായിരുന്നപ്പോൾ മൊരാരി ബാപ്പു എന്ന് പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന പലരും കേട്ടിട്ടുണ്ടാകാം. അദ്ദേഹം രാമകഥകൾ പറയുന്നതിൽ വിദഗ്ധനാണ്. മൊരാരി ബാപ്പു, അദ്ദേഹത്തിൻ്റെ കാസറ്റുകൾ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അദ്ദേഹം 35ാമത്തെ വർഷം മട്ടാഞ്ചേരിയിൽ രാമകഥ പറയാൻ വേണ്ടി വരുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി. അദ്ദേഹം ആമുഖമായി പറഞ്ഞു, ഞാൻ 35 കൊല്ലമായി രാമൻ്റെ കഥ പറയുന്നു. ഭഗവാൻ രാമചന്ദ്ര പ്രഭു. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങയെപ്പറ്റി ഒരു വാക്ക് തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. 35 കൊല്ലം രാമകഥ പറഞ്ഞ ഒരാൾ അതിനുവേണ്ടി അനുഷ്ഠിച്ച തപസ്സിൻ്റെ ഫലമായി അദ്ദേഹത്തിന് കൂസലില്ലാതെ പറയാവും എന്ന ഒരു കഥ, അത് പറയുമ്പോൾ എത്ര കെയർഫുള്ളായിട്ടാണ് അദ്ദേഹം രാമനെ അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അദ്ദേഹം പറഞ്ഞു,
രാമൻ ചെയ്തത് ശരിയായില്ല എന്ന് നമുക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും തോന്നുന്നുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് രാമാസ് ഫോൾട്ട്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ ഇംപെർഫെക്റ്റ് ഇൻ്റലിജൻസ് എന്ന് അദ്ദേഹം പറഞ്ഞു. രാമനെ മനസ്സിലാക്കുന്നതിൽ എവിടെയെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് രാമൻ്റെ കുറവല്ല, അത് എന്നിലുള്ള അപൂർണതയാണ് എന്ന് തിരിച്ചറിവ് 35 കൊല്ലം രാമകഥ പറഞ്ഞ മുരാരി ബാപ്പു നമ്മളെ പഠിപ്പിക്കുന്നു. അതുതന്നെയാണ് മഹാഭാരതത്തെക്കുറിച്ചും നമ്മുടെ വിശ്വംഭരൻ മാഷ് ഈ പ്രപഞ്ചത്തോട് പറയുന്നത്. അതിനെ സമീപിക്കുമ്പോൾ അതിൻ്റെ ആന്തരികമായ സ്പിരിറ്റ് മനസ്സിലാക്കാതെ അതിനെ സമീപിക്കരുത് എന്നുള്ളതാണ്. രാമായണ കഥ എഴുതുന്നതിന് മുമ്പ് വാൽമീകി നാരദ മഹർഷി ആശ്രമത്തിൽ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, വളരെ വിശിഷ്ടമായ ഒരു പുരുഷന് വേണ്ട 15 ഗുണങ്ങൾ, ഇന്ന ഗുണങ്ങളുണ്ട്, ആ ഗുണങ്ങൾ തികഞ്ഞ ഒരു പുരുഷനെ കുറിച്ച് അങ്ങയുടെ അറിവിൽ ഈ പ്രപഞ്ചത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, 15 അല്ല 4 ഇരട്ടി ഗുണങ്ങളുള്ള ശ്രീരാമചന്ദ്ര പ്രഭു അയോധ്യാധിപനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള രാമനെ കുറിച്ചിട്ടാണ് വാൽമീകി രാമായണം രചിച്ചത്. അതായത് ഏതാണ്ട് 60ഓളം ഗുണങ്ങളുള്ള ഒരു രാജാവിനെ കുറിച്ചിട്ടാണ് രാമായണത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ആ രാമനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എത്ര വട്ടം ആലോചിക്കണം. നമ്മുടെ ഇംപെർഫെക്റ്റ് ഇൻ്റലിജൻസ് കൊണ്ട് രാമനെ അളക്കാൻ പോകരുത്. നമ്മൾ യുധിഷ്ഠിരനെ അളക്കാൻ പോകരുത്. സനാതനമായ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളാണ് അവർ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ ധർമ്മോചിതമായി അത് മാത്രമേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ ധർമ്മസങ്കടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകും. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അനേകം സന്ദർഭത്തിൽ ഈ ധർമ്മസങ്കടങ്ങൾ ഉണ്ടാകും. ഈ ധർമ്മസങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ അനുവർത്തിക്കേണ്ട ഉദാത്തമായ മാതൃകകളാണ് ധർമ്മപുത്രരും ശ്രീരാമചന്ദ്രനും ശിബി ചക്രവർത്തിയും അതുപോലെ ഹരിശ്ചന്ദ്രനുമൊക്കെ. അവർക്കൊക്കെ അല്പം വ്യതിചലിച്ചിരുന്നെങ്കിൽ, സൗകര്യപ്രദമായി അവരുടെ നിലപാടുകളിൽ ഒന്ന് അല്പം മാറിയിരുന്നെങ്കിൽ അവർക്ക് ഈ കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ ഒന്നും അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. അതറിയാത്ത ഈ പ്രാപഞ്ചിക രഹസ്യമൊന്നും അറിയാത്ത ആളുകളൊന്നുമല്ലല്ലോ ഇവർ. ശിബിയുടെ മുമ്പിൽ ഒരു പ്രാവ് പറന്ന് മടിയിലേക്ക് വരുന്നു, എന്നെ രക്ഷിക്കണം. പിറകെ ഒരു പരുന്തുമുണ്ട്. ശിബി ചക്രവർത്തി പറഞ്ഞു, നിനക്ക് ഞാൻ അഭയം തന്നിരിക്കുന്നു. അപ്പോൾ പരുന്ത് ചോദിച്ചു, അങ്ങ് ആർക്കാണ് അഭയം കൊടുക്കുന്നത്? എൻ്റെ ഭക്ഷണമാണ്. എൻ്റെ ഭക്ഷണത്തെ നിഷേധിക്കാൻ രാജാവായിട്ടുള്ള അങ്ങക്ക് എന്ത് അർഹതയാണുള്ളത്? അവിടെ ധർമ്മസങ്കടമാണ്. നമ്മുടെ കേരള അസംബ്ലിയിലാണെങ്കിൽ പരുന്തിൻ്റെ ഭാഗത്തും ആളുകളുണ്ടാവും, ഈ പ്രാവിൻ്റെ ഭാഗത്തും ആളുകളുണ്ടാവും. രണ്ടിനെയും ന്യായീകരിക്കാനുള്ള ന്യായീകരണ തൊഴിലാളികളും ഉണ്ടാകും. പക്ഷേ ധർമ്മത്തെ ഉപാസിക്കുന്ന ഒരാൾക്ക് അവിടെ ധർമ്മത്തിൻ്റെതായ ധർമ്മസങ്കടം വരുന്ന സന്ദർഭത്തിൽ ആത്മത്യാഗമല്ലാതെ വേറെ ഒരു വഴിയുമില്ല, വേറെ ഒരു ന്യായീകരണവും സാധ്യമല്ല. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്ന് പറയുന്നത് വെറുതെ. ധർമ്മത്തിന്റെ തത്വങ്ങൾ വളരെ നിഗൂഢമാണ്. അത് അനുഷ്ഠിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ്. അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമൊന്നുമല്ല. ശ്രീരാമചന്ദ്രന് വനവാസത്തിന് പോകേണ്ടി വന്നു. വനവാസത്തിന് അയക്കേണ്ട രാജാവ്, നീ എന്നെ ബന്ധിച്ച് നീ രാജ്യഭാരമേക്കൂ എന്ന്
പ്രഖ്യാപിച്ചു. അമ്മ പറഞ്ഞു, അച്ഛൻ വനവാസത്തിന് പോകണമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയായ ഞാൻ പറയുന്നു, നീ പോകരുത്, നീ രാജ്യം വാഴുക. അനുജൻ പറഞ്ഞു, ഞാൻ ഇവരെയെല്ലാം ബന്ധിച്ച് അങ്ങയെ രാജാവാക്കാം എന്ന് പറഞ്ഞു. അയോധ്യാവാസികൾ മുഴുവൻ ശ്രീരാമന്റെ പിറകെ വനവാസത്തിലേക്ക് പോകുമ്പോൾ കൂടെ ഗമിച്ചു എന്ന് രാമായണം പറയുന്നു. ജനകീയ പിന്തുണയുള്ള, സഹോദരന്റെ പിൻബലം, ആയുധബലമുള്ള, രാജാവിൻ്റെ അംഗീകാരമുള്ള, അമ്മയുടെ അനുവാദമുള്ള ഒരാൾക്ക് രാജ്യാധികാരം കൈയാളുന്നതിന് എന്തായിരുന്നു തടസ്സം? ശ്രീരാമൻ മറിച്ചാണ് ചിന്തിച്ചത്. ശ്രീരാമന്റെ വഴിയാണ് ധർമ്മത്തിന്റെ വഴി. ഹരിശ്ചന്ദ്രന്റെ കഥ നമുക്കറിയാം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ചുടലകാത്ത മഹാരാജാവിൻ്റെ കഥ. ഹരിശ്ചന്ദ്ര നാടകം കണ്ടിട്ടാണ് മഹാത്മാഗാന്ധി ജീവിതത്തിൽ സത്യത്തെ ഉപാസിക്കണമെന്ന് തോന്നിയത്. തലമുറകളായി സത്യത്തെ ഉപാസിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകമായി ഹരിശ്ചന്ദ്രൻ മാറിയത് സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചത് കൊണ്ടാണ്. അതിന് വരുന്ന കഷ്ടപ്പാടുകൾ, തീവ്രതകൾ എല്ലാം അനുഭവിക്കാൻ വേണ്ടി തയ്യാറായത് കൊണ്ടാണ്. ഇന്നും നമ്മൾ ഓർക്കുന്നത്, കോടിക്കണക്കിന് എത്രയോ ആളുകളുണ്ട്, അവരെ ആരെയും നമ്മൾ ഓർക്കുന്നില്ല. ഇവരെ നമ്മൾ ഓർക്കുന്നത് അവരുടെ ജീവിതം കൊണ്ടാണ്. ധർമ്മപുത്രര് ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഗ്രന്ഥത്തിന്റെ പിൻബലമുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഈ ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ഗുരു പറഞ്ഞു, സത്യമാണ് ഈശ്വരൻ, സത്യത്തെ ഉപാസിക്കണം, സത്യം ജീവിതപ്രധാനം, സത്യം ജീവിതത്തിൽ മുറുകെ പിടിക്കണം, എന്നും സത്യത്തിന്റെ കൂടെ ആയിരിക്കണം, അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വിദ്യാർത്ഥികളെല്ലാം വന്നു. ഗുരു ചോദിച്ചു, ഞാൻ ഇന്നലെ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ, നിങ്ങളത് ഉൾക്കൊണ്ടോ എന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായി, സത്യത്തെ ഉപാസിക്കണം. ധർമ്മപുത്രർ യുധിഷ്ഠിരൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഗുരു ചോദിച്ചു, നീ എന്താണ് മറുപടി പറയാൻ, നിനക്ക് മനസ്സിലായില്ലേ? അപ്പോ ധർമ്മപുത്രർ പറഞ്ഞു, യുധിഷ്ഠിരൻ പറഞ്ഞു, ഗുരു അങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടു, ഞാനതിനെക്കുറിച്ച് ആലോചിച്ചു. അത് ജീവിതകാലം മുഴുവൻ സത്യത്തെ ഉപാസിക്കുന്നത് എളുപ്പമാണോ, അത് ഒരാൾക്ക് സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കിപ്പോഴും അത്ര ഉറപ്പ് വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നാം ആലോചിക്കുക, സത്യത്തെ ഉപാസിക്കുന്നതിലുണ്ടാകുന്ന ക്ലേശങ്ങളെ പറ്റി ബോധ്യമുള്ള ഒരാൾ, ഒരു പുരുഷായുസ് മുഴുവൻ സത്യത്തെ ഉപാസിച്ച ഒരാൾ ഒരിക്കൽ മാത്രം കളവ് പറഞ്ഞു എന്ന് മഹാഭാരതം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ കൊച്ചുനാളിൽ ധർമ്മത്തെ ഉപാസിക്കുന്നവർക്ക്, സത്യത്തെ ഉപാസിക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്ന ക്ലേശകരമായ യാത്രയെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. മഹാഭാരതം നമ്മളെ കോടാനുകോടി ജനതയെ ഒരു വഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. സനാതനധർമ്മം എന്ന് കേൾക്കുമ്പോൾ വിരളിയെടുക്കുന്നത് സമകാലിക രാഷ്ട്രീയക്കാരുടെ ഒരു സ്വഭാവമാണ്. അത് വെറുതെ ഒന്നുമല്ല. ഈ സനാതനധർമ്മമാണ് ആയിരത്താണ്ടുകളായി ജനതയെ നിലനിർത്തിയത്. ധർമ്മത്തിന് വേണ്ടി ജീവിക്കുക, ധർമ്മത്തിന് വേണ്ടി മരിക്കുക എന്നുള്ളത് ഈ നാടിൻ്റെ പാരമ്പര്യമായിരുന്നു. അങ്ങനെ ഉള്ള ബലിദാനികൾ ഈ ധർമ്മത്തിന് വേണ്ടി നിലനിന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അതത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. എത്രയോ ത്യാഗം അനുഭവിച്ചിട്ടാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം തന്നെ നേടിയത്. സനാതന ധർമ്മത്തിനെ കാണുമ്പോൾ ഈ നാടിൻ്റെ ശത്രുക്കൾക്ക് സങ്കോചമുണ്ടാകുന്ന, പ്രതിഷേധമുണ്ടാകുന്നത് സനാതനധർമ്മം
അനുഷ്ഠിക്കുന്ന ഗ്രന്ഥങ്ങളോടുള്ള അവരുടെ എതിർപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് രാമനെ ഭത്സിക്കുന്നത്, യുധിഷ്ഠിരനെ അപഹസിക്കുന്നത്, രാമായണം ചുട്ടുകരിക്കണമെന്ന് പറയുന്നത്, മഹാഭാരതം വെറും കഥകളാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത്. ഇതെല്ലാം ഇതിൻ്റെ അപകടം ശരിക്കും അറിയാവുന്നത് കൊണ്ടാണ്. ഈ നാടിനെ നിലനിർത്തിയത് ഈ മഹത്തായ ഗ്രന്ഥങ്ങളാണ്, ഈ മഹത്തായ ആചാര്യന്മാരാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ ധർമ്മത്തിനെ പിൻപറ്റുന്ന ആളുകൾ പറഞ്ഞ ഓരോ സൂക്തങ്ങളും ഈ നാടിൽ ഏട്ടിലെ പശുവൊന്നുമല്ല. ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് ഏട്ടിൽ എഴുതി വെച്ച ഒരു കാര്യമൊന്നുമല്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഷ്ഠാനമാണ്. പ്രപഞ്ചം മുഴുവൻ ഒരു കൂടാണ്. എല്ലാവരിലുമുള്ളത് ഈശ്വര ചൈതന്യം തന്നെയാണ്. നമ്മളെല്ലാം ഒരമ്മയുടെ മക്കളാണ്. നമ്മുടെ ശങ്കരാചാര്യര് കാശിയിൽ ചെന്നപ്പോൾ അന്നപൂർണേശ്വരിയെ കുറിച്ച് ഒരു സ്തോത്രം എഴുതി. അതിൻ്റെ അവസാനം മാതാജ പാർവതീ ദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്താശ സുദേശോ ഭുവനത്രയം എന്ന് പറഞ്ഞതാണ് ഈ ഭാരതീയമായ പാരമ്പര്യം. അത് തന്നെയാണ് ആധ്യാത്മികത, അത് തന്നെയാണ് നമ്മുടെ ധർമ്മനീതി. അതുകൊണ്ടാണ് എൻ്റെ അമ്മയാണ് പാർവതി, അച്ഛനാണ് ശിവൻ, ബന്ധുക്കൾ ശിവഭക്തന്മാരാണ്, ഈ പ്രപഞ്ചം മുഴുവൻ ലോകം മുഴുവൻ എൻ്റെ വീടാണ് എന്ന് വിചാരിക്കുന്ന അനുഭൂതി ഉള്ളത് കൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ എൻ്റെ അമേരിക്കയിലെ സഹോദരന്മാരെ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് അത് പറയാൻ സാധിച്ചത് ഈ പ്രപഞ്ച തത്വം ഈ നാട്ടിലെ ഓരോ ആളുകളുടെ മനസ്സിലും ഉള്ളത് കൊണ്ടാണ്. ഈ 2019-20 കാലഘട്ടത്തിലൊക്കെ ഉണ്ടായ കോവിഡ് വന്നപ്പോൾ എത്രയോ കച്ചവടത്തിന് സാധ്യതയുള്ള മരുന്നാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയത്. കോവിഡിന് പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വം ലോകത്തിലെങ്ങും അത് സൗജന്യമായി കൊടുത്തു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഏതാണ്ട് 200-ൽ പരം രാജ്യങ്ങളുള്ളതിൽ 100-180 രാജ്യങ്ങളിൽ ഇത് സൗജന്യമായി കൊടുക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് നമുക്കുണ്ടാകുന്നത്? ഇവരെല്ലാം നമ്മുടെ സഹോദരന്മാരാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്നാണ്. ഈ ധാർമ്മികമായ ബോധം, ഈ സനാതനമായ ധർമ്മം നമ്മുടെ നാട്ടിൽ പുലരുന്നത് മഹാഭാരതത്തിലും രാമായണത്തിലും വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഋഷീശ്വരന്മാരിലും ഈ പരമശിവനിൽ നിന്ന് തുടങ്ങി ശങ്കരാചാര്യരിലൂടെ നമ്മുടെ വിശ്വംഭരൻ മാഷിലൂടെയൊക്കെ കടന്ന് ഈ കാലഘട്ടത്തിലെ നമ്മുടെ ഗുരുക്കന്മാരിൽ വരെ വന്നു നിൽക്കുന്ന ഈ പാരമ്പര്യത്തിൽ നിന്നാണ്. അത് നമ്മുടെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ്. വിശ്വംഭരൻ മാഷ് ഈ വലിയ കാര്യങ്ങൾ പറഞ്ഞാൽ പോയ ആളാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. സാധാരണക്കാരായി അദ്ദേഹത്തിൻ്റെ അടുത്ത് പെരുമാറാനുള്ള സാഹചര്യം നമുക്കൊക്കെ ഉണ്ടായി. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരിക്കൽ ചെന്നു. അന്ന് ഞാൻ തപസ്യയുടെ ഒരു വാർത്തികത്തിൽ ഒരു കഥ എഴുതിയിരുന്നു. അദ്ദേഹം ആ കഥ വായിച്ചു. എന്നിട്ട് അദ്ദേഹം ഞാൻ ചെന്നപ്പോൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഷെൽഫിൽ നിന്ന് ഒരു പുസ്തകം എടുത്തു. എന്നിട്ട് അദ്ദേഹം മാധവക്കുട്ടിയുടെ കഥകൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. എന്നിട്ട് പറഞ്ഞു, കഥയുടെ ക്രാഫ്റ്റ് അറിയാൻ മാധവക്കുട്ടിയുടെ കഥകൾ വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാനൊരു 3 മാസം എൻ്റെ കയ്യിൽ വെച്ച് തലങ്ങും വിലങ്ങും ഇത് വായിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ച് മാഷിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു കഥാകൃത്തൊന്നും ആകാൻ സാധ്യതയില്ല മാഷെ. ഏതെങ്കിലും കഥാകൃത്താകാൻ യോഗ്യതയുള്ള ഈ ആരെങ്കിലും വന്നാൽ മാഷിന് അവർക്ക് കൊടുക്കാൻ ഈ പുസ്തകം ഇവിടെ വേണമല്ലോ
അതുകൊണ്ട് ഞാൻ തിരിച്ചു തരികയാണ് എന്ന് പറഞ്ഞ് മാഷ് ചിരിച്ചേ ഉള്ളൂ. അങ്ങനെ എത്ര മാഷ് ഓരോ ആളുകളുടെ കാര്യത്തിലും കാണിക്കുന്ന താല്പര്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം ഈ എത്രയധികം വാത്സല്യത്തോടു കൂടിയിട്ടാണ് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ ചെന്നപ്പോൾ വലിയ ഒരു ക്രൈസിസിലാണ് അദ്ദേഹം. ആർക്കോ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് പണയം വെച്ചിട്ട് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം, എനിക്ക് അത്ഭുതം തോന്നി, ഒരു മനുഷ്യൻ ഒരാൾക്ക് സഹായം ചെയ്യാൻ പോയിട്ട് ഇങ്ങനെ വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു രാഷ്ട്രീയ നേതാവ് ചോദിച്ചു, അല്ല മാഷ് എന്ത് മണ്ടത്തിലാണെങ്കിൽ മാഷല്ലാതെ ആരെങ്കിലും ഇത് ചെയ്യോ? ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം മാഷ് അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്നേഹബന്ധങ്ങളുടെ വിലയറിയാത്തത് കൊണ്ടാണ് എന്ന് ഒരു വാക്കിൽ അദ്ദേഹം അത് അവസാനിപ്പിച്ചു. മനുഷ്യബന്ധങ്ങളുടെ വിലയറിയാവുന്നവർ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയില്ല. വിശ്വംഭരൻ മാഷ് അങ്ങനെയുള്ള ആളായിരുന്നു. ഒരിക്കൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ 11 മണി രാത്രി കടന്നു വന്നു. അന്ന് ഞാൻ എഡിറ്റോറിയലിലും പ്രൂഫിലായിരുന്നു. 11 മണിക്ക് കുറേ വർത്തമാനം പറഞ്ഞ് താഴ്ത്തിറങ്ങുമ്പോൾ രണ്ടാമത്തെ പടിയിൽ സ്റ്റേറിൽ നിന്ന് രണ്ടാമത്തെ പടിയിലെത്തി എൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ നമ്മളിവിടെ ഒരു അറ്റൻഡറായിരിക്കും, പക്ഷേ അവിടെ ഇരിക്കുന്ന എഡിറ്റർക്ക് അയാളുടെ പണി ചെയ്യാൻ പോന്നവനാണ് എന്ന് തോന്നലുണ്ടാക്കണം. ശരി പോട്ടെ എന്ന് പറഞ്ഞു. രാത്രി 11 മണിക്ക് ഒരു മനുഷ്യനെ, അദ്ദേഹത്തോട് അടുപ്പമുള്ള ഒരാളെ ഒരു പടി മുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു വാക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് കൃത്യമായി ഉപയോഗിക്കുന്ന ആളായിരുന്നു വിശ്വംഭരൻ മാഷ്. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഞാൻ BA ലിറ്ററേച്ചറായിരുന്നു, MA എടുക്കണം, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരാവശ്യം വന്നാൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ആ സന്ദർഭം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നത്. എന്നിട്ട് അദ്ദേഹം കുറേ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ അഡ്രസ്സൊക്കെ എനിക്ക് തന്നു. ഞാനതിലൊന്നും അങ്ങോട്ട് പോയില്ല. എന്നിരുന്നാൽ തന്നെയും ഒരു മനുഷ്യൻ്റെ വളർച്ചയിൽ, ഒരു സാധാരണ മനുഷ്യൻ്റെ വളർച്ചയിൽ ഉണ്ടാകുന്ന ഔത്സുക്യം എത്രയാണ് എന്നാലോചിക്കുക. കൂടുതൽ നീട്ടുന്നില്ല. ഒരുപാട് വ്യക്തിപരമായ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാൻ സാധിച്ചതിലുള്ള സൗഭാഗ്യം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടും ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും.